സ്വർണം നൽകാമെന്ന് പറഞ്ഞ പണം തട്ടിയ ശേഷം ചാലക്കുടി പുഴയിൽ ചാടി രക്ഷപ്പെട്ട 3 പേർ കൂടി പിടിയിൽ. പെരുമ്പാവൂരിൽ നിന്നാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തത്. അസം സ്വദേശികളാണ് പിടിയിലായത്. ഇതോടെ ചാലക്കുടിയിലെ മുക്കുപണ്ടം തട്ടിപ്പിൽ 4 പ്രതികളും പോലീസ് പിടിയിലായി. സംഘത്തിലുണ്ടായിരുന്ന അസം സ്വദേശി അബ്ദുൾ സലാമിനെ നേരത്തെ പിടികൂടിയിരുന്നു. പണം സംഘത്തിലുള്ള മറ്റുള്ളവർ കൊണ്ടുപോയെന്നും പ്രതി പോലീസിനോട് മൊഴി നൽകി. സ്വർണം തരാമെന്ന് പറഞ്ഞ് നാദാപുരം സ്വദേശികളിൽ നിന്നാണ് 4 ലക്ഷം രൂപ ഇവർ തട്ടിയെടുത്തത്. പണവുമായി രക്ഷപ്പെടുന്നതിനായി പുഴയിൽ ചാടിയപ്പോൾ പരിക്കേറ്റയാളാണ് നേരത്തെ പിടിയിലായ അബ്ദുൾ സലാം. ഇയാളെ പെരുമ്പാവൂരിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ശേഷം മറ്റു പ്രതികൾ കടന്നു കളയുകയായിരുന്നു. നിധി കെട്ടിയെന്ന് വിശ്വസിപ്പിച്ച ഇവർ നാദാപുരം സ്വദേശിയിൽ നിന്ന് പണം കൈപ്പറ്റിയത്. വ്യാജ സ്വർണം കൈമാറി ട്രാക്കിലൂടെ പോകുന്നതിനിടെ ട്രെയിൻ വന്നപ്പോൾ പുഴയിലേക്ക് ചാടി. ലോക്കോ പൈലറ്റ് നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ 4 പേർക്കായി തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായിരുന്നില്ല. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് വ്യാജ സ്വർണ്ണ തട്ടിപ്പ് കേസിലെ പ്രതികളാണെന്ന് മനസ്സിലായത്. ചാലക്കുടിയിൽ ഇന്നലെ റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്ത് നടന്ന വ്യാജ സ്വർണം കൊടുക്കാമെന്ന് പറഞ്ഞ് ആളിനെ വിളിച്ചു വരുത്തിയിട്ട് 4 ലക്ഷം രൂപ എടുത്തുകൊണ്ട് ഓടി രക്ഷപ്പെട്ട ഇന്നലെ ഒരു കേസിൽ നമുക്ക് ഇന്നലെ റിപ്പോർട്ടായിട്ടുണ്ട്. നാദാപുരം സ്വദേശികളായ ലിനീഷ്, ഒരു രാജേഷ്, ഇവരെയാണ് 4 ലക്ഷം രൂപ കൊടുത്ത സ്വർണം തരാമെന്ന് പറഞ്ഞ് ആസാം സ്വദേശികളായ 4 പേർ ചേർന്ന് അവരെ ചതി ചെയ്തത്. നാദാപുരത്തുള്ള ഒരു ഷംസു എന്ന് പറഞ്ഞ ഒരാളിൻ്റെ വീട്ടിൽ JCB ഡ്രൈവറായി ഓപ്പറേറ്ററായിട്ട് ജോലി ചെയ്ത് വന്നിരുന്ന സിറാജുൽ ഇസ്ലാം എന്ന് പറഞ്ഞ ആള് കഴിഞ്ഞ 2.5 വർഷത്തോടെ അവിടെ ജോലി ചെയ്യുന്നതാണ്. അവിടുത്തെ ലോറി ഡ്രൈവറായ ലെനീഷിൻ്റെ അടുത്ത് ഈ തീയൻ്റെ സുഹൃത്തിൻ്റെ കയ്യിൽ സ്വർണ്ണം ഉണ്ടെന്നും അത് വില കുറച്ച് അത് ലഭിക്കും എന്ന് പറഞ്ഞ് അതിനുവേണ്ട പൈസ സംഘടിപ്പിക്കാനായിട്ട് ആവശ്യപ്പെട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ലെനീഷ് അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനായ രാജേഷുമായി ചേർന്ന് അവർ സ്വർണ്ണമൊക്കെ പണയം വെച്ച് ബാങ്കിൽ നിന്ന് പൈസ ഒക്കെ ആക്കി 4 ലക്ഷം രൂപയുമായി ഈ സിറാജുൽ ഇസ്ലാമിൻ്റെ കൂടെ ഈ രാജേഷിൻ്റെ കാറിൽ തൃശ്ശൂരിൽ 20-ാം തീയതി രാത്രിയിൽ സ്ഥലത്തെത്തി. അതിന് ശേഷം 3 സുഹൃത്തുക്കൾ വരുമെന്ന് പറഞ്ഞ് ഈ സിറാജുൽ ഇസ്ലാം വിളിച്ച് ഏർപ്പാടാക്കിയ ബുൽജാർ ഹുസൈൻ, മുഹമ്മദ് മുസാമിൽ, പിന്നെ ഒരു അബ്ദുൽ കലാം, ഇവർ 3 പേര് പെരുമ്പാവൂരിൽ നിന്നും തൃശ്ശൂരെത്തി. ഇവർ ഒരുമിച്ച് ഈ കേസിൻ്റെ ഈ സ്വർണത്തിൻ്റെ കാര്യവുമായി ബന്ധപ്പെട്ട് ബാർഗെയിൻ ചെയ്ത് ചാലക്കുടിയിൽ രാത്രിയിൽ 1 മണിയോടുകൂടി എത്തുകയും ഇന്നലത്തെ ഏർലി മോർണിംഗിൽ അവർ നമ്മുടെ പ്ലാറ്റ്ഫോമിൻ്റെ എൻഡിൽ വെച്ചിട്ട് ഈ പൈസ കൊടുത്താൽ മാത്രമേ സ്വർണം തരൂ എന്ന് പറഞ്ഞു. അങ്ങനെ രാജേഷും ലിനീഷും കൂടെ ഈ പൈസ 4 ലക്ഷം രൂപ വരെ ഏൽപ്പിക്കുകയും പൈസ വാങ്ങിയ ശേഷം ഇവരുടെ കയ്യിൽ നിന്ന് സ്വർണത്തിൻ്റെ ഒരു കട്ടി അത് ഈ രാജേഷിനെ ഏൽപ്പിക്കും. അപ്പോൾ രാജേഷ് ഈ അപ്രൈസറിൻ്റെ കാര്യം അറിയുന്നുണ്ട്, അതിൽ കട്ടിങ് മെഷീൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ആളത് കട്ട് ചെയ്ത് നോക്കുന്ന സമയം ഒരു പീസ് മുറിച്ചപ്പോൾ തന്നെ അതിന് സംശയം തോന്നി ഇത് വ്യാജ സ്വർണ്ണമാണത്. ആ സമയത്ത് തന്നെ ഇവർ പറഞ്ഞ് ഞങ്ങൾ അതിൻ്റെ ബാക്കി പീസുകൾ കട്ട് ചെയ്ത് കാണിച്ച എന്ന് പറഞ്ഞ് ബാക്കി പീസ് കയ്യിലെടുക്കുകയും ആ സമയത്ത് മറ്റവരുടെ ശ്രദ്ധ മാറിയ ടൈമിൽ ഈ 4 പേരും കൂടെ അവിടെ നിന്നും ലഭിച്ച പൈസയും ഈ കട്ട് ചെയ്ത സാധനമായിട്ട് നേരെ റെയിൽവേ ട്രാക്ക് വഴി കിഴക്കോട്ട് ഓടുകയാണ് ഉണ്ടായത്. ഇവർ ഓടി റെയിൽവേ സ്റ്റേഷൻ്റെ നമ്മുടെ ചാലക്കുടി റെയിൽവേ പാലം, ചാലക്കുടി പുഴയുടെ മേലിലുള്ള പാലത്തിൻ്റെ മുകളിലെത്തിയ സമയം ആ സമയത്ത് അതുവഴി പാസ് ചെയ്ത ട്രെയിൻ വന്നപ്പോൾ ഇവർക്ക് സൈഡിൽ കയറി നിൽക്കാൻ ഗ്യാപ്പില്ലാതെ വന്നപ്പം ഈ 3 പേര് അബ്ദുൽ കലാം ഒഴിച്ച് മറ്റ് 3 പേരും വെള്ളത്തിലേക്ക് ചാടുകയും അബ്ദുൽ കലാമിനെ ട്രെയിൻ കൈകൾ തട്ടിയിട്ട് അയാളെ ട്രാക്കിന് സൈഡിൽ മറിഞ്ഞു വീഴുകയാണ് ഉണ്ടായത്. അതിനുശേഷം ഈ വെള്ളത്തിൽ പിന്നെ വീടിരുന്ന ഈ സിറാജുൽ ഇസ്ലാമും ബുൽജാർ ഹുസൈനും മുഹമ്മദ് മുസാമിലും നീന്തി തിരിച്ച് കയറി വന്ന് ഈ ട്രാക്കിലിൻ്റെ സൈഡിൽ കിടന്ന അബ്ദുൽ കലാമിനെ എടുത്തപ്പോൾ അവൻ്റെ കൈക്ക് നല്ല ഫ്രാക്ചറുണ്ട്, നടക്കാൻ പറ്റാത്ത അവസ്ഥയായി. ഒരു പുറത്ത് തോളൽ കയറ്റി അവരവിടെ നിന്ന് നടന്ന് മുരിങ്ങൂരെത്തി. ഏർലി മോർണിംഗ് തന്നെ മുരിങ്ങൂരിൽ നിന്ന് ജിബി എന്ന് പറഞ്ഞ ഒരാളുടെ ഓട്ടോറിക്ഷ വിളിച്ച് അവിടെ നിന്നും കൊരട്ടി ജംഗ്ഷൻ എത്തി. അപ്പം ഈ ഓട്ടോറിക്ഷക്കാരൻ ജിജിക്ക് 4:30 ഒരു ഓട്ടോ ഉണ്ട്, അപ്പം വേറെ ഓട്ടോ അറേഞ്ച് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞ് കൊരട്ടിയിലെത്തി. കൊരട്ടിയിൽ നിന്ന് ആ ജയൻ എന്ന് പറഞ്ഞ ആളുടെ ഓട്ടോറിക്ഷയിൽ കയറ്റി ഇവരെ വിടുകയാണുണ്ടായത്. ആ ഓട്ടോയ്ക്കകത്ത് കയറി ഇവർ നേരെ പെരുമ്പാവൂരുള്ള ഈ വാത്യാത്ത് ഹോസ്പിറ്റലിൽ ചെല്ലുകയും അവിടെ ഈ അബ്ദുൽ കലാമിനെ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തു. അപ്പം ഞങ്ങൾ ഇവരുടെ വിവരങ്ങൾ അന്വേഷിച്ച് ഓട്ടോറിക്ഷ ഡ്രൈവറിൻ്റെ ഇൻഫർമേഷൻ പ്രകാരം ഞങ്ങളുടെ സ്ക്വാഡ് അംഗങ്ങളായിട്ടുള്ള ഷിൽജോ, പിന്നെ അതുപോലെ തന്നെ മൂസ, പിന്നെ റോയി, സ്റ്റീഫൻ, പിന്നെ റജി, ബിജു, CI സജീവ്,
പിന്നെ അതുപോലെ തന്നെ എസ് ഐ ആൽബിൻ ഇവരെ ഇന്നലെ തന്നെ ഇതിനകത്ത് ഫോളോ ചെയ്ത് ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് പെരുമ്പാവൂരിൽ എത്തി. അങ്കമാലിയിൽ ഉണ്ടാകുന്ന ആദ്യം വിചാരിച്ചത് അങ്കമാലി പരിശോധന നടത്തിയിട്ട് കിട്ടാത്തതുകൊണ്ട് പെരുമ്പാവൂരിലെത്തി. ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ ഈ അബ്ദുൽ കലാം മാത്രമേ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അയാൾക്ക് ബൈസ്റ്റാൻഡറായിട്ട് വേറൊരാളോട് നിർത്തിയിട്ട് മറ്റ് 3 പേര് അവിടുന്ന് അബ്സ്കോണ്ട് ചെയ്യായിരുന്നു. പിന്നീട് രാത്രിയിലും വളരെ വെളുപ്പാങ്കാലത്തും നമ്മുടെ സ്ക്വാഡംഗങ്ങളും CIയും എല്ലാം കൂടെ വളരെ നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടാണ് ഇവരെ 3 പേരെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും കിട്ടുകയും അതിനുശേഷം അവരെ ഇന്ന് രാവിലെ ഇവിടെ സ്റ്റേഷനിൽ കൊണ്ടുവരികയും നമ്മുടെ പരാതിക്കാരെ രാജേഷിനെയും ലലീഷിനെയും വിളിച്ച് കാണിച്ച് ഐഡൻറ്റിഫൈ ചെയ്തപ്പോൾ ഇവർ തന്നെയാണ് പ്രതികളെന്ന് വ്യക്തമായ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അവരെ അറസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇനിയും ഇവരെ സ്ഥലത്ത് തെളിവെടുപ്പ് നടത്തിയ ശേഷം ഇന്ന് ബഹുമാനപ്പെട്ട കോടതിയിൽ ഹാജരാക്കി മറ്റ് നടപടികൾ ഇന്ന് ചെയ്യുന്നുണ്ട്.